നമ്മളിലെ നമ്മളെ കുറച്ച് ആൾക്കാര് വല്ലാതെ ജഡ്ജ് ചെയ്യും അല്ലേ? അതേപോലെ തന്നെ നമ്മൾ തന്നെ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടിരിക്കും. അവരെന്നെ കുറിച്ച് എന്താ വിചാരിച്ചിട്ടുണ്ടാവുക, അവരെന്തിനായിരിക്കും എന്നെ കുറിച്ച് തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവുക എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വിഷമത്തിലുള്ളവരുണ്ടാവും. അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യമാണ്, അവര് തെറ്റിദ്ധരിച്ചോട്ടെ. ലെറ്റ് ദം ജഡ്ജ് യു, ലെറ്റ് ദം തിങ്ക് ദാറ്റ് യു ആർ റോങ്. നിങ്ങൾ റോങ് ആണെന്ന് അവർ വിചാരിച്ചോട്ടെ, അത് അവരെ വിചാരമാണ്. നിങ്ങൾ അവരെ തിരുത്താൻ പോയാലൊന്നും അവർക്കത് കേൾക്കണ്ട. കാരണം അവരൊന്ന് തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് നിങ്ങൾ എങ്ങനെയാണ് എന്താണെന്നുള്ള. മിസ്അണ്ടർസ്റ്റാൻഡ് ആയിട്ട് ലൈക്ക് അവർ ജഡ്ജ് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി. സോ അതിന്റെ മുകളിൽ നിങ്ങൾ ഇനി എത്ര നിങ്ങളുടെ ജനുവിനിറ്റി തെളിയിക്കാൻ പോയാലും ഒരു കാര്യമില്ല, ഒരു കാര്യമില്ല. സോ അവർ ഓൾറെഡി ഡിസൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഞാൻ ഇങ്ങനെയാണ് ഇയാളെ കുറിച്ച് ചിന്തിക്കുന്നത്, അല്ലെ ഞാൻ ഇങ്ങനത്തെ ഈ ഒരു രീതിയിലാണ് ഞാൻ ഇയാളെ കാണുന്നത്, അല്ലെ ഇയാൾ ഇങ്ങനെയാണ് എന്ന് ഓൾറെഡി അവർ തീരുമാനിച്ചു കഴിഞ്ഞു. നിങ്ങളെ ആത്മാർത്ഥമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാള്, അത് ഏത് റിലേഷനിലാണെങ്കിലും, ഫ്രണ്ട്സ് ആയാലും ഫാമിലീസ് ആണെങ്കിലും ആരാണെങ്കിലും ശരി, അവര് നിങ്ങളെ അറിയുന്ന ആളാണെങ്കിൽ അവർ നിങ്ങളെ ജഡ്ജ് ചെയ്യൂല, അവർ നിങ്ങളെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യൂല. നിങ്ങൾ റോങ് ആണെന്ന് അവര് മുന്നേ അങ്ങ് വിധിക്കപ്പെടുക, ലൈക്ക് ഒരു വിലയിരുത്തി വെക്കില്ല. നിങ്ങൾ എന്താണോ അത് അവർക്ക് മനസ്സിലാക്കാനും പറ്റും. അങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങൾ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യൂലോ. സോ മറ്റുള്ളവര് തെറ്റിദ്ധരിക്കപ്പെടുന്നവരല്ല, ഐ മീൻ തെറ്റിദ്ധരിക്കുന്നവര് അവരങ്ങനെ ധരിച്ചവിടെ വെക്കട്ടെ. നിങ്ങൾ അവരെ തിരുത്താൻ പോകണ്ട. അവരെ തിരുത്തി നിങ്ങളുടെ ലൈഫിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നാലും നിങ്ങൾക്ക് വലിയ കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് തലവേദനകളെ ഉണ്ടാവുള്ളൂ, നിങ്ങൾക്ക് സങ്കടങ്ങളെ ഉണ്ടാവുള്ളൂ, അവർക്ക് അതേ നിങ്ങൾക്ക് തരാനും കഴിയുള്ളൂ. അതുകൊണ്ട് അങ്ങനെയുള്ളവര് അവരെ തിരുത്താനൊന്നും പോവാതെ അവരവരെ രീതിയിലേക്ക് അവർ ചിന്തിച്ചു വെച്ചോട്ടെ. നിങ്ങൾക്കൊരു കുഴപ്പം വരാൻ പോകുന്നില്ല. നമ്മൾ അവരെ കുറിച്ച് ഓവർ തിങ്ക് ചെയ്ത് ഇതിനെങ്ങനെ മേക്ക് ഓവർ ചെയ്യുന്ന ആലോചിച്ചാണ് നമ്മളെ ലൈഫ് നമ്മൾ സ്പോയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എത്രത്തോളം ഓവർ തിങ്ക് ചെയ്യുന്നോ അത്രയും നമ്മുടെ ലൈഫിന്, അല്ലെങ്കിൽ നമ്മളെ ഹാർട്ടിന്, നമ്മളെ മൈൻഡിന്, മെന്റൽ ഹെൽത്തിന് വളരെ മോശമായിട്ടാണ് ബാധിക്കുക. അത് നമ്മളെ ഫിസിക്കൽ ഹെൽത്തിന് വരെ ഇത് ബാധിച്ചു തുടങ്ങും. വേദനകളും, ഡോക്ടേഴ്സ് നോക്കിയാൽ പോലും കാണാത്ത വേദനകളൊക്കെ വരും. എത്ര മരുന്ന് കുടിച്ചാലും മാറാത്ത തലവേദനകൾ വരും, ഊരവേദനകൾ വരും. അങ്ങനെ പല തരത്തിലുള്ള വേദനകൾ നിങ്ങൾക്ക് ഉണ്ടാവും. പക്ഷെ ഇതൊക്കെ വരുന്നത് നിങ്ങളുടെ മെന്റൽ ഹെൽത്ത് പ്രോപ്പർ അല്ലെങ്കിൽ ഇതെന്തായാലും വരും. സോ അങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങൾ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുക. അവരെ ബാക്കിൽ പോയിട്ട് എന്നെ ഒന്ന് വിശ്വസിക്കുക, ഞാൻ അങ്ങനെ അല്ല, ഞാൻ ഇത് ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾ പറയണ്ട. ഒരു വട്ടം പറഞ്ഞു നോക്കുക, ഒരു ചാൻസ്. അവരെന്നിട്ട് വിശ്വസിക്കുന്നില്ലെങ്കിൽ അവരവരെ പണി നോക്കിപ്പോട്ടെ. നിങ്ങളെ സ്വീകരിക്കുന്ന, നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അവരിലേക്ക് നിങ്ങൾ അടുക്കാൻ നോക്കുക. അവർ നിങ്ങളെ ജഡ്ജ് ചെയ്യില്ല, നിങ്ങളെ ഇഷ്ടത്തോടു കൂടി കേൾക്കുകയുള്ളൂ. ഇനി ആരുമില്ലെങ്കിലും നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുക, നിങ്ങളെ തന്നെ അക്സെപ്റ്റ് ചെയ്യുക. താങ്ക് യു.